അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഇങ്ങനെ മേടിച്ച് വെച്ചിരുന്നു, ഏത്തക്കായ മേടിച്ച് വെച്ചിട്ട് അത് നമുക്ക് ചിപ്സ് ഉണ്ടാക്കണം. അത് വറുത്തിട്ട് അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം ഞാൻ പൊളിച്ച് വെച്ചിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ, അതുകൊണ്ട് നമുക്കൊരു തോരൻ വെച്ചാലോ ഒന്ന്. അപ്പോൾ തലേദിവസം എടുത്ത് പയറൊക്കെ വെള്ളത്തിലിട്ടു. അപ്പോൾ രാവിലെ അതെല്ലാം കൂടെ വേവിച്ചു, പയറും വേവിച്ചു, പിന്നെ നമ്മുടെ ഏത്തക്കായുടെ തൊലിയും കൂടി അത് വേവിച്ച് വെച്ച് കണ്ടോ. അതിങ്ങനെ വേവിച്ച് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് അരപ്പൊക്കെ ചേർത്തതൊന്ന് കടുകൊക്കെ വറുത്ത് ഒന്ന് ശരിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയി. അപ്പം ഫ്രോസൺ തേങ്ങ പതിവ് പോലെ നമുക്കതെടുത്തുനിന്ന് ഡീഫ്രോസ്റ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ അതിനകത്ത് പിന്നെ കുറച്ച് അപ്പോൾ നമ്മുടെ തേങ്ങ ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ടെന്ന് നോക്കാം. കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് നമുക്ക് എടുക്കാം. മുഴുവനും ഡീഫ്രോസ്റ്റ് ആക്കണ്ട, ആക്കിയാൽ പിന്നെ അത് ഫ്രീസറിനകത്ത് വയ്ക്കുന്നത് അത്ര നല്ലത്. സോ നമ്മൾ കുറച്ചെടുത്ത് കുറച്ച് മാത്രമേ ഡീഫ്രോസ്റ്റ് ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് മാത്രം എടുത്തിട്ട് നമുക്ക് അതൊന്ന് ഒതുക്കിയെടുക്കണം. തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും. ഓക്കെ, ഇത്രയും മതി. ബാക്കി നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ അതാ ഇത്രയും തേങ്ങ മതിയേ. തേങ്ങയും കയ്യിൽ നിന്ന് കഴിയട്ടെ. തേങ്ങയും പിന്നെ കുറച്ച് ജീരകം, ഇച്ചിരി ജീരകം എടുത്തിട്ട് കുറച്ച് ജീരകം, പിന്നെ ഒരു 2-3 പച്ചമുളക് എടുക്കാം. പച്ചമുളക് ഞാൻ അതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ അതിങ്ങനെ ഒന്ന് മുറിച്ചിട്ടേക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് മുഖത്തോട്ടാണ് തെറിച്ചത്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം നിങ്ങളെ കാണിക്കാം. ഇങ്ങോട്ട് നോക്കി. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലായിരുന്നു അവിടെ ഒരു ആപ്പിൾ മരം ഉണ്ട്, അതിൽ കായ ഉണ്ടാകുമ്പം കാണിക്കാമെന്ന്. കുറേ ഉണ്ടായിരുന്നു ആപ്പിൾ കേട്ടോ. അതേ പക്ഷേ അത് കിളികളെല്ലാം വന്ന് കുത്തി താഴെയിട്ട് കണ്ട ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് കണ്ടോ. കുറേ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മറന്നുപോയതൊന്നും വീഡിയോ എടുക്കാനോ അല്ലെ ഫോട്ടോ എടുത്ത് കാണിക്കാനോ ഒക്കെ. പക്ഷേ ഇപ്പം കണ്ട ഇപ്പോൾ 2-3 അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എല്ലാം കിളികൾ കൊത്തി താഴെയിട്ടു. ഭയങ്കര കാറ്റായിരുന്നു ഇന്നിവിടെ. ഭയങ്കര കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. മഴക്കാറുണ്ട്, പക്ഷെ മഴ പെയ്തില്ല. കണ്ടോ, ഭയങ്കര കാറ്റ്. എന്നെ സൗണ്ടായിരുന്നു എന്നറിയോ കാറ്റ് അടിച്ചിട്ട്. അപ്പോൾ ഇതാ പാനൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി എണ്ണ മതി, തോരനല്ലേ. അപ്പോൾ നന്നായിട്ട് ചൂടായി. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് ഒരു കാര്യം മറന്നുപോയായിരുന്നു, ഇച്ചിരി സവാള അരിഞ്ഞെടുക്കണമായിരുന്നു. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി. അപ്പോൾ ഞാൻ ഒരു സവാളയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയുള്ളി ആ അരപ്പിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുമായിരുന്നത് നല്ലതായിരുന്നു. പക്ഷേ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാളയുടെ കാര്യം മറന്നും പോയി. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യം അതൊന്ന് വേവിച്ചെടുക്കാം എണ്ണയിൽ.
കറിവേപ്പില ഉണ്ടോ എന്ന് നോക്കട്ടെ. കറിവേപ്പില 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 ഇല്ല എന്ന് തോന്നുന്നു. കറിവേപ്പില കറിവേപ്പില ഉണ്ട് കേട്ടോ. കറിവേപ്പില ഉണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ സവോളയ്ക്ക് വേണ്ടിയിട്ടൊന്ന് ഇച്ചിരി ഉപ്പ്. ഓക്കെ, സവോളയൊക്കെ വഴന്നു. ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക്, തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതങ്ങോട്ടിടാം. ചക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇട്ടു. നിങ്ങളിങ്ങനെ ഈ കായുടെ തൊലി തോരൻ വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. അതൊന്നും വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. അതൊക്കെ നല്ല തോരൻ വെക്കാനൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ആ അരപ്പൊന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഇച്ചിരി വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പയറും കാട തൊലിയും കൂടെ വേവിച്ച് വെച്ചത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഓക്കെ, അപ്പോൾ അത് ഏകദേശം അങ്ങനെ റെഡിയാകാറായി. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഉപ്പൊക്കെ പിന്നെ നോക്കാം. ഇതാ നമ്മുടെ കായും കായല്ലല്ലോ, കായുടെ തൊലി, ഏത്തക്കായുടെ തൊലിയും വൻപയറും കൂടി തോരൻ വെച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, ആവശ്യത്തിന് എരിവുണ്ട്, നന്നായിട്ടുണ്ട് തോരൻ കേട്ടോ. ഇനിയിപ്പോൾ ചോറ് കഴിക്കാനാണെങ്കിൽ ഇതും പിന്നെ ഒരു ഇച്ചിരി അച്ചാറും ആപ്പിൾ ചമ്മന്തി ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. തൈരുണ്ട്. ഇത്രയൊക്കെ പോരെ. പിന്നെ വേറെ അച്ചാറൊക്കെ വേണമെങ്കിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ലാവിഷായിട്ട് ചോറ് കഴിക്കാം. അപ്പം ഞാൻ ചോറൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇതാ ചോറ്, തൈര് കാണാമോ? ചോറ്, തൈര്, ആപ്പിൾ അച്ചാറ്, പയറും കായുടെ തൊലിയും കൂടി തോരൻ. ഓക്കെ, അപ്പം ഞാൻ കഴിക്കട്ടെ. താങ്ക് യു.